എന്തിനത്? ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ സുധമാമ്മയുടെ വീട്ടിന്റെ ടാർസിന്റെ മുകളിൽ ഒരു സംഭവം ഉണ്ട്. അത് നമുക്ക് അവിടേക്ക് അങ്ങോട്ട് പോവാം. അതിനായിട്ട് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ, കമന്റും ചെയ്യണം. അപ്പൊ വാ നമുക്ക് കമന്റ് ചെയ്യാം. ഇവിടെ കൊറേ പൂക്കൾ വരുന്നുണ്ട്, പിന്നെ കൊറേ തേനീച്ചകളുണ്ട്. അതെന്തിട്ടാന്ന് പറയേ? എന്തിട്ടത്? ഫ്രഷൻ പൂട്ട് അവിടെ വലിയത് തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കൊറേ പൂ വിരിഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ എവിടെ പൂ വിരിഞ്ഞിട്ടില്ലേ? പിന്നെ അവിടെയൊക്കെ താഴത്തൊക്കെ പകർന്നുണ്ട്. നമ്മുടെ റൂബിക്കാനെ ഉണ്ടാവാൻ സമ്മതിക്കണ ഈ ഫ്രഷൻ പൂട്ട്. ആ, അവിടെ ഒരു റൂബിക്ക ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ പൈപ്പിന്റെ മേളിക്കൊക്കെ കേറിപ്പോണ്ട്. അവിടെ ഒരു ഫ്ലാഷൻ പൂട്ടുണ്ട്. അതെ, ഇതില് സൂം ചെയ്ത് കാണിക്ക്. സൂം ചെയ്തിട്ട് കിട്ടണോ? നമുക്ക് ഇതിന്റെ അടി കൂടെ പോയി. ആ, അതാ. ആ, പോവാ. അപ്പൊ നമ്മൾ അതിന്റെ അടി കൂടെ പോയി കാണിച്ചു. അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് നോക്കാം അല്ലേ? റിസ്ക്കാണ്, തേനീച്ചയുണ്ട്. അപ്പൊ ആദ്യം ഞാൻ പോവാ. തേനീച്ച കുത്താനിട്ടാ അങ്ങനെ അവിടെ എത്തി. മാമാളു കണ്ടില്ലേ? നിറച്ച് പടർന്ന് പിടിച്ചിട്ടുണ്ട് അല്ലേ? കുറേ പൂവ് ഇട്ടിട്ടുണ്ട് അല്ലേ? അതൊരു കുഞ്ഞി പൂവ്. പിന്നെ നമ്മുടെ ഒരെണ്ണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആ പാഷൻ ഫ്രൂട്ട് എവിടെ? ഒരെണ്ണം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കണ്ടിരുന്നില്ലേ? അത് കാണാനില്ലല്ലോ. ആ, പൊട്ടത്തി. ഇത് പഴത്തിട്ട് ഇവിടെ മൊത്തം ഉണ്ടാവുമ്പോ അടുത്ത വീഡിയോക്ക് നമുക്ക് കിടക്കാം. ആ, ഇത് ഫുള്ള് ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ട് തേനീച്ച. അതാ തേനീച്ച നിറച്ചിട്ടുണ്ട്. കുത്തു. തേനീച്ച കുത്തിയ പിന്നെ എന്റെ ജീവൻ പോവും. അപ്പൊ ഇത് ഫുള്ള് ഇനി ഇതിന്റെ കായ ഉണ്ടായതിനു ശേഷം നമുക്കൊരു വീഡിയോ എടുത്തിട്ട് വരാം അല്ലേ? ആ, അതെന്താണോ? അത് മാത്രം ഒരു കളർ വ്യത്യാസമുണ്ട്. ചിലപ്പോ അത് ചെറിയ പൂവായതുകൊണ്ടായിരിക്കും. എന്തിനത്? സ്പ്രിങ് പോലെ അല്ലേ? ആ, അതെ, കണ്ട നമ്മുടെ തേനീച്ച. നിറച്ച് തേനീച്ചയാണ്. പറഞ്ഞു കുത്തു കിട്ടാണ്ടിരുന്ന മതി. വഴുക്കലുണ്ടാവും, സൂക്ഷിക്കണേ. കണ്ടില്ലേ? നിറച്ച് പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ പൂ പോലെ തന്നെ അവിടേക്കൊക്കെ പടർന്ന് പറയൂ. ആ റൂബിക്കാൻ ഉണ്ടാവാൻ പോലും സമ്മതിക്കണില്ലേ ഫാഷൻ പൂട്ട്. റൂബിക്ക ഉണ്ടാവാണെങ്കിൽ അത് ഉപ്പിലിട്ട് കഴിക്കായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കൊറേ പാഷൻ ഫ്രൂട്ട് കഴിക്കാലോ പകരം. ആ, നമുക്ക് അതൊക്കെ ജ്യൂസ് അടിക്കണ. അതിന്റെ കളർ എന്താന്ന് പറഞ്ഞാ? അതെ, ഇവിടെ ഒരെണ്ണണ്ടായി നിൽക്കുന്നുണ്ട്. അല്ല, ഒരു യെല്ലോ കളറാണ്, റെഡ് കളറായിട്ടില്ല. അതാ വലിപ്പം തന്നെ. ഇത് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. കണ്ടില്ലേ? ശരിക്കൊരു കൂട് പോലെയാണ്. അമ്മേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് കാടിട്ടിട്ട്. ഇത് വലുതായി കുറച്ച് ഒരു 2-3 മാസമൊക്കെ ആവുമ്പോ ഇതൊരു കാടായി ഉണ്ടാവും ഇവിടെ. അപ്പൊ ഇത് കുറച്ച് മഞ്ഞായിട്ടുള്ളൂ. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ നല്ല ചുവപ്പ് നമുക്ക് തന്നെ കാണുമ്പോ ഒരു ആപ്പിൾ പഴ തോന്നും.
ഒരു ചുവന്ന ആപ്പിൾ പോലെ തോന്നും അല്ലേ? പിന്നെ നല്ല വലുപ്പവും വെക്കും. ഇതിപ്പോ ചെറുതാണ്, അത്ര വലുപ്പം നമുക്ക് തോന്നണില്ല. പക്ഷെ ഇത് കുറച്ചും കൂടി വലുതാവും ചെയ്യും. ഇതിന്റെ കളറ് ചുവപ്പ് കളറായിട്ട് മാറും. നല്ല ചുവപ്പ് കളറായാലും അത് പൊട്ടിക്കാവുന്ന പാകമായി എന്ന് അറിയുള്ളൂ. ഞെങ്ങണ്ട, അത് ഞെക്കണ്ട. ഇതിന്റെ പൂവ് നോക്കിയല്ലേ, ഭംഗിയുള്ള പൂവ് നോക്കിയല്ലേ. ആ ഒരു മണമുണ്ട് പൂവിന്. നല്ല കാണാനും നല്ല ഭംഗിയുള്ള പൂവല്ലേ. നല്ല ഭംഗിയുണ്ട്. ഈ പൂകൾ ഇതുമ്മ പിടിച്ച് കേറി ഇതിലെ ഈ ഒരു എന്താ പറയാ, ഇതില്ലേ, അതാണ് പാഷൻ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഈ കുഞ്ഞു സാധനമാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് ആയിട്ട് അതിനല്ലേ. ഈ സാധനം നമ്മുടെ സ്പ്രിംഗ് ആണ് ഇങ്ങനെ ആക്കിയത്. ശരിക്കും നോക്കിയാലേ ഇത് ഇവിടുന്ന് ഇത് അടീന്ന് ഏറ്റവും താഴേന്ന് പടർന്ന് പിടിച്ചിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ കയറി 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 വന്നിട്ട് അയ്യോ പൊസിഷൻ മാറി. കണ്ടില്ലേ? കാണിച്ചു. അതെ, ആ പൈപ്പിന്റെ ഞാൻ പൈപ്പിന്റെ അവിടെ ചുറ്റി 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 ആ പൈപ്പ് കാണാണ്ടാക്കും. കണ്ടില്ലേ, ഇത്രയും പടർന്ന് പിടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അത് മാത്രല്ല കാണിച്ചു മാത്രല്ല കൊറേ തേനീച്ചകളുണ്ട്. കൊറേ തേനീച്ചുണ്ട് അല്ലേ. നീ കണ്ടില്ല, എല്ലായിടത്തും തേനീച്ചുണ്ട്. അയ്യോ, കണ്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ഇതൊക്കെ പഴുത്ത് കഴിയുമ്പോ കൊറേ ഉണ്ടായി നിൽക്കുമ്പോ പിന്നെ അടുത്ത ചാനലിലേക്ക് ഞങ്ങള് അടുത്ത വീഡിയോ ഇടാം. ബൈ ബൈ. അതൊക്കെ ഉണ്ട്, അതൊക്കെ വീഡിയോ. അത് അപ്പുറത്ത് അതിന്റെ